ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനിന്നൊരു ചിക്കൻ പെരളൻ എന്നൊക്കെ പറയാം. ഞാൻ ഉച്ചയ്ക്ക് നെയ്ച്ചോറാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് പറ്റിയ ഒരു ചിക്കനാണ് കേട്ടോ. ബിരിയാണി പോലെ വിളമ്പാം, നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലെഗ് പീസ് ഉൾപ്പെടെ കുറച്ച് വലിയ പീസസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടി അത് ഒരു 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി, പെപ്പർ പൗഡർ, ഗരം മസാല, ഉപ്പ്. പിന്നെ കുറച്ച് തൈര് ചേർക്കുന്നുണ്ട്. തൈര്, പിന്നെ നമ്മുടെ ചില്ലി സോസും ടൊമാറ്റോ സോസും കൂടെ ചേർന്നിട്ടുള്ള സോസ്, കുറച്ച് ചെറുനാരങ്ങ നീര്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പില നന്നായി പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് പുരട്ടിയിട്ട് ഞാൻ ഫ്രീസറിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ നേരം വയ്ക്കുന്നുണ്ട്. നമ്മുടെ ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞ് വരുമ്പോൾ നമുക്കതെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യണേ ഞാൻ എയർ ഫ്രയറിലാണ് കേട്ടോ. ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് എയർ ഫ്രയറിൽ എങ്ങനെയാണ് ഫ്രൈ ചെയ്യണേന്നുള്ളത്. എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് കഴിയും കേട്ടോ. അപ്പോൾ ഞാൻ ഇതെടുത്ത് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇനി നമുക്ക് എയർ ഫ്രയർ അരമണിക്കൂർ കഴിഞ്ഞു. ഞാൻ എയർ ഫ്രയറിൽ വെക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്രം, സിലിക്കോണിൻ്റെ ഒരു പാത്രം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാദ്യം ഒന്ന് ഓയിൽ സ്പ്രേ ചെയ്യാൻ കേട്ടോ. ഓയിൽ സ്പ്രേ ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ പീസസ് എടുത്ത് അതിൽ വയ്ക്കാം. എന്നിട്ട് കുറച്ചും കൂടെ ഓയിൽ അതിന് മുകളിലേക്കൊന്ന് സ്പ്രേ ചെയ്യാം. ഇനി നമ്മുടെ എയർ ഫ്രയർ വല്ലാണ്ട് അങ്ങനെ ഡ്രൈ ആവണ്ട കേട്ടോ. ഞാനൊരു 190 ഡിഗ്രിയിൽ, കുറച്ച് കൂടിയ ഹീറ്റിൽ 190 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് അത്രയും മതിയാവും. അധികം നേരം വീണ്ടും ഇത് കുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ 190 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് നമുക്ക് എയർ ഫ്രയറിൽ വെക്കാം. അപ്പം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് നോക്കി. അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, ഇത്രയും മതിയാവും നമുക്ക്. അപ്പോൾ ഞാനത് വേറൊരു ബൗളിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഇത് സവാളയൊക്കെ ചേർത്ത് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നല്ല കനം കുറച്ച് അരിഞ്ഞ സവാള ഇടുക. ഇങ്ങനെ അരിഞ്ഞെടുക്കണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിലേക്ക് 2-3 മുളക് ഇട്ട്, വേറെ മസാലകളൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല. കുറച്ച് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അത് ഒന്ന് വാടിയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത പാത്രം ഉണ്ടല്ലോ, അതിൽ ആ മസാലകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മസാല ഞാനിതിൽ ഇട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് മതിയാവും. ഇനി വേണ്ട ഞാൻ പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത്, വേറെ ഒന്നും ചേർത്തില്ല കേട്ടോ. എന്നിട്ട് തക്കാളി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചു. അത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ തക്കാളി. ഇനി ഞാനിതിലേക്ക് കുറച്ച് വീണ്ടും സോസ് ചേർക്കുകയാണ്. ഹോട്ട് ചില്ലി സ്വീറ്റ് സോസ്, അതായത് ചില്ലി സോസും ടൊമാറ്റോ സോസും കൂടെ ഒരുമിച്ചുള്ളത്, അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ചിക്കൻ മാരിനേറ്റ് ചെയ്ത പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് കലക്കി ഇതിലേക്ക് ഒഴിക്കും. എന്നിട്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, എയർ ഫ്രയറിൽ വറുത്ത് വെച്ച ചിക്കൻ ചേർക്കുക അതിലേക്ക്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നല്ല കുഴമ്പൻ പരുവത്തിലാവുമ്പോൾ നമുക്കതെടുത്ത് മാറ്റി വയ്ക്കാം. അത് നമ്മുടെ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ചിക്കൻ ഇടുകയാണ് കേട്ടോ. ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ വെള്ളം ഒന്ന് പറ്റിയിട്ട് നല്ല കുഴമ്പ് രൂപത്തിലാവട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ റെഡി. നല്ല പുളിയും ഉപ്പും ഒക്കെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനാട്ടോ ഇത്. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, ബൈ.